Hello students, welcome to Fabzo. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ 4th ചാപ്റ്റർ ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ നേച്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നേച്ചർ ഫാക്ട്സ് ആണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ പിക്ചർ ശ്രദ്ധിക്കൂ. സ്കൈ സ്ക്രാപ്പിംഗ് മൗണ്ടെയ്ൻസ്, അൺഇൻറ്ററപ്റ്റഡ് വാട്ടർഫാൾസ്, സ്കോച്ചിങ് ഡിസേർട്സ്, വേരിയസ് ബിഗ് ആൻഡ് സ്മോൾ വാലീസ്, എക്സ്റ്റെൻസീവ് പ്ലെയിൻസ്, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ വൈവിധ്യപൂർണമായ ഒന്നാണ് നമ്മുടെ ഈ ഭൂമി. ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണല്ലേ. ബട്ട് ഈ ലാൻഡ് ഫോംസിനെയൊക്കെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നമുക്കറിയുമോ? ഇവയെല്ലാം ഉണ്ടായതിന് പിന്നിലുള്ള ഫോഴ്സ് എന്താണെന്നറിയുമോ? സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും നോക്കാം. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സിന് എർത്ത് സർഫേസിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിൻ്റെ ഫോർമേഷന് കാരണം എക്സ്റ്റേർണൽ ഏജൻസീസ് ആയ റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ് അങ്ങനെയുള്ളവയുടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ലാൻഡ് ഫോം ക്രിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജിയോമോർഫിക് പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേർണൽ ഏജൻസീസ് ഉണ്ടല്ലോ, അവ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതായതുകൊണ്ട് ഈ എക്സ്റ്റേർണൽ ഏജൻസീസിനെ ജിയോമോർഫിക് ഏജൻസീസ് എന്നും വിളിക്കുന്നു. അതുപോലെ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിൻ്റെ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ജോഗ്രഫിയിലെ ഒരു ബ്രാഞ്ചാണ് ജിയോമോർഫോളജി. നൗ ഒബ്സർവ് ദ ഡയഗ്രാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മഴ പെയ്യുന്നുണ്ടല്ലേ. എവിടെയാണ് പെയ്യുന്നത്? അല്പം ഉയരത്തിലുള്ള ഒരു ഏരിയയിൽ. ദെൻ ക്യാരീസ് ലൂസ് മെറ്റീരിയൽസ് എവേ, അതായത് മഴവെള്ളം ആ ടോപ്പ് റീജിയനിലെ ലൂസ് മെറ്റീരിയൽസിനെ നീക്കി താഴെ എത്തിക്കുകയാണ്. എന്നിട്ട് ഡിപ്പോസിറ്റ്സ് ഇൻ ലോങ് ലൈങ് റീജിയൻസ്, താഴ്ന്ന പ്രദേശങ്ങളിൽ ആ ലൂസ് മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയഗ്രാം അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. ദെൻ നിങ്ങൾ വെതറിംഗ് പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണത്? ദ ബ്രേക്കിംഗ് ഡൗൺ ഓർ ഡിസോൾവിംഗ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ഓൺ എർത്ത് സർഫേസ്. റോക്സ്, മിനറൽസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് എർത്ത് സർഫേസിൽ ഡിസോൾവ് ആകുന്നതിന് പറയുന്ന പേരാണ് വെതറിംഗ്. വെതറിംഗ് മെയിൻലി 3 ടൈപ്സ് ഉണ്ട്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ഫിസിക്കൽ വെതറിംഗ് മീൻസ് ഈ റോക്സ് സ്മോളർ പീസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ബട്ട് ഈ റോക്സിൻ്റെ കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് ഒന്നും ഉണ്ടാകില്ല. ഇത് USA ഒരു റോക്കാണ്. ദ എഫക്റ്റ് ഓഫ് വെതറിംഗ് ബൈ വിൻഡ് ക്യാൻ ബി സീൻ ഓൺ ദിസ് റോക്ക്. ദെൻ കെമിക്കൽ വെതറിംഗ്. കെമിക്കൽ വെതറിംഗ് സംഭവിക്കുന്നത് ഈ റോക്സ് കെമിക്കൽ ചേഞ്ചസ് കാരണം ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ്. ഇറ്റ്സ് എ പിക്ചർ ഷോയിങ് കെമിക്കൽ വെതറിംഗ്. ഈ സ്റ്റാറ്റ്യൂവിൽ അസിഡിക് റെയിൻ വാട്ടർ വീഴുമ്പോൾ അത് ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചോക്കായിട്ട് റിയാക്ഷൻ ആകും. ഇത് കെമിക്കൽ വെതറിങ്ങിന് കാരണമാകും. Next, biological weathering. Biological weathering takes place when rocks are worn away by living organisms. ഈ പിക്ചർ നോക്കൂ. ഒരു വലിയ പാറക്കെട്ടിൽ മരത്തിൻ്റെ വേരുകൾ വളർന്നു നിൽക്കുകയാണ്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്സിലൂടെ ഫോം ചെയ്തിട്ടുള്ള റോക്ക് പാർട്ടിക്കിൾസ് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേർണൽ ഏജൻസീസ് ആയ റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ് എന്നിവയിലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇറോഷൻ. ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ എക്സ്റ്റേർണൽ ഏജൻസീസ് സച്ച് ആസ് റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ് എക്സെട്ര ഈസ് കോൾഡ് ഇറോഷൻ. ആ മെറ്റീരിയൽസ്, അതായത് ആ റോക്ക് പാർട്ടിക്കിൾസ് ഒരു ലോങ് ലൈൻ റീജിയനിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിപ്പോസിഷൻ. സോ ഈ ഡയഗ്രാമിൽ നടക്കുന്ന 2 പ്രോസസ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇറോഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഡിപ്പോസിഷൻ. ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ എക്സ്റ്റേർണൽ ഏജൻസീസ് അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻസീസ് ബോത്ത് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷന് കാരണമാകുന്നുണ്ട്. ദെൻ ജിയോമോർഫിക് ഏജൻസീസിൽ റണ്ണിംഗ് വാട്ടർ നമുക്കറിയാം. അതിൽ
റിവേഴ്സ്, സ്ട്രീംസ് ഒക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ദെൻ ഗ്ലേഷ്യേഴ്സ്. വാട്ട് ഈസ് ഗ്ലേഷ്യേഴ്സ്? ഈ മഞ്ഞ് കൊണ്ട് മൂടിയിട്ടുള്ള പ്രദേശങ്ങളിൽ നല്ല കട്ടിയുള്ള മഞ്ഞ് പാളികൾ താഴേക്ക് പതുക്കെ നീങ്ങി വരും. അങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്ന മഞ്ഞ് പാളികളെയാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ലാൻഡ് ഫോംസ്. മെയിനായിട്ട് 3 ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. ജിയോമോർഫിക് പ്രോസസ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ്ങും ഡിസ്കസ് ചെയ്തു. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു. Question 1. Name the various landforms on Earth. Answer: the mountains, valleys, plains, plateaus, waterfalls, etc. are the various landforms on Earth. Question 2. Write the differences between geomorphic processes and geomorphic agents. Answer: the processes that help in the formation of landforms are called geomorphic process. Varied landforms are created by the continuous process carried out by external agents like running water, wind, glaciers, sea waves, etc. Hence, these agents are often called geomorphic agents. Question 3. Define geomorphology. Answer: geomorphology is the branch of geography which deal with the study of origin and evolution of landforms. Question 4. What are glaciers? Answer: thick masses of ice slowly move downhill in snow-clad regions. These are called glaciers. Question 5. Observe the diagram. Haven't you seen how rainwater carries away the loose rock particles from elevated regions and deposits elsewhere? What all changes take place on the surface of the earth as a result of both the process mentioned above? Answer: carries loose material away. Erosion. Deposits in low-lying regions. Deposition. Question 6. What are the different processes of weathering? Answer: physical, chemical, and biological weathering. Question 7. Distinguish between erosion and deposition. Answer: the transfer of rock particles framed by chemical, physical, or biological weathering processes from one place to another by external agents such as running water, wind, glaciers, sea waves, etc. is called erosion. These materials will be deposited in low-lying regions and this process is called deposition. Question 8. Identify the external agents that help in erosion. Answer: running water, wind, glaciers, and sea waves.